ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ച് ഞാൻ കർട്ടൻസൊക്കെ ഒന്ന് ശരിയാക്കിയിടാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഉമ്മയും ബാപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പോൾ ഞാൻ ഫുള്ളും ബെഡൊക്കെ ശരിയാക്കിയിട്ട് വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ടോ. ഫ്രഷായി വന്നതിന് ശേഷം നിൽക്കാൻ പോലും ടൈം ഉണ്ടായിട്ടില്ല. ഇനിയത്തിൻ്റെ മുടി കെട്ടി കൊടുക്കലും സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള തിരക്കേനു കേട്ടോ. എനിക്ക് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവരെ പറഞ്ഞയക്കുന്ന തിരക്കിലാണ്. മുടി കെട്ടി കൊടുക്കുക, യൂണിഫോം അയണൊക്കെ ചെയ്ത് അതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കൊടുക്കുക, ഫുഡ് കഴിക്കുമ്പോഴാണ് മുടി കെട്ടി കൊടുക്കുന്നത്. കാരണം ഇത് വേന്ന് ഫുഡ് കഴിച്ചില്ല, 1 മണിക്കൂറെങ്കിലും ഇരിക്കും. സോ അത് ഒരുമിച്ച് ചെയ്തിട്ടാ. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പണി ഇങ്ങനെ ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഇങ്ങനെ ടവലിൽ കെട്ടി കൊടുക്കുക, ബാഗിൽ വെച്ച് കൊടുക്കുക, പിന്നെ സ്നാക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക, വെള്ളം നിറച്ചെടുക്കുക, അങ്ങനത്തെ പണിയിലേനു. അവരൊക്കെ സ്കൂളിൽ അയച്ചതിന് ശേഷം ഫുഡ് കഴിക്കലാണ് പണി. അപ്പോൾ പിന്നെ മുട്ടയപ്പം പറഞ്ഞിട്ടുണ്ടായത്, മുട്ടയപ്പം ചിക്കൻ കറി ആയിരുന്നു. മുട്ടയപ്പം ഇംഗ്ലാണ്ടിലുണ്ട്, ഇവിടെ കണ്ണൂരുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ചോക്ലേറ്റ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എങ്ങനെ വെച്ചാൽ എനിക്ക് ഇന്ന് ഓർഡർ ഇട്ടാണെങ്കിൽ ഇന്നൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യും ചോക്ലേറ്റ്. എന്നിട്ട് പിറ്റേന്നാണ് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊറിയർ അയക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുണ്ട്. കൊല്ലം, മലപ്പുറം, ട്രിവാൻഡ്രം, കോഴിക്കോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്ന് എക്സാമും ഉണ്ട്. എനിക്ക് എക്സാം ഞാനൊന്നും പഠിക്കലൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മളൊരു ഓഫർ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറും ഇൻസ്റ്റ ഐഡിയും കൊടുക്കുക, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. കുനാഫ പിസ്താഷ്യോ ബൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യൽ ചെറിയ പണിയൊന്നുമല്ല, പാക്ക് ചെയ്ത് നല്ല ക്ഷമ വേണം. ഇപ്പോൾ കസിൻസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ കഴിഞ്ഞ ശേഷം പോയിട്ട് കുളിച്ച് ഫ്രഷായി, കാരണം എക്സാം ആണല്ലോ. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം വീണ്ടും എനിക്ക് കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞില്ല, എത്ര പാക്ക് ചെയ്തിട്ടും മതിയാവാത്തൊരവസ്ഥ. മതിയാവാത്തല്ല, തീരാത്ത അവസ്ഥ. കുറേ മാറ്റിയതിന് ശേഷം മാറ്റുന്നതിന് മുമ്പൊക്കെ ഞാൻ പാക്ക് ചെയ്യാണ്. എനിക്കാണെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ എക്സാമിൻ്റെ. കാരണം എന്തോ ഞാൻ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഫുള്ളൊന്ന് സെറ്റായി, കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നടക്കുകയാണ്. എനിക്കാണെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഇത്താത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ്സ്. അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാനും കൂടിയാണ് പോണത്. ഏതായാലും പോകുന്ന വഴിക്ക് കൊടുക്കാമല്ലോ. നല്ല മഴക്കാറുണ്ട്, ഞാൻ കുടമൊന്നും എടുത്തിട്ടില്ല. ഞാൻ വേഗം നടക്കുകയാണ്, മഴ പെയ്യുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഇതാണ് സാധനം. അപ്പോൾ അവിടെ പോയിട്ടോ, പക്ഷെ അവിടെ ആളുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് ആക്കാനൊന്നും എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി. പിന്നെ വേഗം തന്നെ ഓട്ടോ ഒക്കെ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറിയിരുന്നു. ഇപ്പം നേരെ കൊറിയർ ഓഫീസിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊറിയർ അയക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും എനിക്കുണ്ട്. ഫ്രണ്ടിനൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത്. കൊറിയർ ഓഫീസിൻ്റെ അവിടെ ആ സ്ഥലത്ത് തീരെ കൊറിയർ ഓഫീസ് എനിക്ക് കാണില്ല. DTTC വഴിയാണ് ഞാൻ സെൻഡ് ചെയ്യണത്. അത് എവിടെയും കാണുന്നില്ല. ലാസ്റ്റ് കുറേ ആളോടൊക്കെ ചോദിച്ച് അങ്ങനെ ലാസ്റ്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് നല്ല ആളായതുകൊണ്ട് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് വേറെ സീനുന്നുണ്ടായിട്ടില്ല. അതൊക്കെ സെൻഡ് ചെയ്ത് അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ബസ്സിന് കയറി. ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളാൾ തിരക്കിയിരുന്നു. നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര സങ്കടമായിപ്പോയി, കാരണം അത്യാവശ്യം യാത്രയുണ്ട്. പക്ഷേ ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് സീറ്റ് കിട്ടിട്ടോ. പിന്നെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ വേഗം തന്നെ സമയം പോയി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് എത്തിയിട്ടോ. എനിക്കൊന്ന് ബസ് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ പകുതി ആൾ അവിടെയാണ് കഴിയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. എന്ത് രസമാണെന്ന് അറിയാം. ഇവിടെ സിമിത്തേരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ സിമിത്തേരിയിൽ പോലെ എന്തോ രസം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്തോ ഒരു നീറ്റ്നെസ് കേട്ടോ ആ ഭാഗത്ത്. നല്ല ആളില്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാന്ന് തോന്നുന്നു ഒരിത്. പിന്നെ ഇത് മേരി മാതാ കോളേജാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറുന്ന ടൈമിലാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ നല്ല കാറ്റും മഴക്കുള്ള സാധ്യത ഒക്കെ ഉണ്ട്. നമ്മൾ കുട എടുത്തേക്കില്ല, കുറച്ചൊന്ന് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ വേഗം ഓടിപ്പോവാണ്. ഓടുന്നില്ലെങ്കിലും നടക്കുകയാണ് സ്പീഡിൽ. നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ല മഴ ചെയ്ത് പിന്നെ ഓടിക്കയറി. പിന്നെ നമ്മൾ വേഗം നോട്ടീസ് ബോർഡിൽ പോയിട്ട് എവിടെയാണ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. ഞാനും എൻ്റെ ഫ്രണ്ടും വേറെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ക്ലാസ്സിലേക്ക് വന്ന ഓളും കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് വരാന്തയിലൂടെ നടക്കുകയാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോ വേർഡ്സ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ എക്സാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ സറൗണ്ടിങ്സ് ആയാലും ആ ഏരിയ ആയാലും ഒച്ചപ്പാടൊന്നുമില്ല. കുറച്ച് ഉള്ളോട്ടായതുകൊണ്ടാന്ന് തോന്നുന്നു, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നി ഇപ്പോൾ ഇത് കോളേജായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇഗ്നോ സെൻറ്ററായിട്ടാണ് തോന്നുന്നുണ്ട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്തായിട്ടും അടിപൊളിയായിട്ട് ഇഷ്ടമായി. പിന്നെ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ ഓഫ് ആവാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നിട്ട് ചാർജൊക്കെ ചെയ്തു കേട്ടോ. ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ച് എക്സാം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും പഠിക്കാണ്ട് പോയതാണ് ഞാൻ. കാരണം ഈ ഓർഡേഴ്സിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി.
പിന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രി എടുത്തതുകൊണ്ട് വലിയൊരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കൊരു സീരിയസ്നെസ്സും ഉണ്ടായിരുന്നില്ല. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, അപ്പോൾ ഞാൻ മെയിൻ പഠിക്കുന്ന കോഴ്സ് റിലേറ്റഡ് ആണ് ഈ അക്കൗണ്ടിങ്. അതുകൊണ്ട് എനിക്ക് വലിയ സീൻ ഉണ്ടായില്ല. തട്ടിമുട്ടി വാരി വിളിച്ച് എന്തൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ഇത് വായിക്കുന്ന ആളെന്നിട്ട് ചിരിച്ചു പോകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മഴയൊക്കെ കുറച്ചൊന്ന് നിന്ന ടൈമിൽ നമ്മൾ വേഗം പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെ ബസ് കിട്ടി. ഈ പോകുന്ന വഴിയും അടിപൊളിയാണ് കേട്ടോ, വഴികൾ അത് അടിപൊളിയാണ്. അതിൻ്റെ അടുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ചോക്ലേറ്റ്സൊക്കെ ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നല്ല വിശപ്പുണ്ടിന് രാവിലെ ഫുഡ് കഴിച്ചതാണ്. അങ്ങനെ വേഗം പോയിട്ട് ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. നമുക്ക് എന്തൊക്കെയോ തിന്നാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഐസ്ക്രീമാണ് കഴിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തിറങ്ങി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ നല്ല ഉറക്കമിറങ്ങി കേട്ടോ. ഫ്രഷൊക്കെ ആയതിന് ശേഷം ഒരു 2 മണിക്കൂറോളം ഞാൻ ഉറങ്ങി. പിന്നെ എണീച്ചപ്പോൾ ഈ ഒരു സീനാണ് കാണുന്നത്, മക്കൾസ് എല്ലാവരും കൂടി കളിക്കാൻ. അപ്പോൾ അവരുടെ കൂടെ ഞാൻ കുറച്ച് സമയം കളിച്ചിരുന്നു. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെങ്കിലും കാണാമെന്ന് വെച്ചാൽ ഫിലിം ഡൗൺലോഡ് ആക്കാൻ കേട്ടോ, ലാപ്പ് തുറന്നിട്ട് അത് ഡൗൺലോഡ് ആക്കാൻ വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പീടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു പീടി ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളെടുത്ത്, ഇത് മെയിൻ എന്തിനാണെന്നറിയോ, അങ്ങ് രാത്രി തിന്നാനാണ്. രാത്രി ഉറങ്ങുമ്പോൾ ഫോൺ കണ്ടുകൊണ്ട് തിന്നുന്നൊരു സുഖം ഉണ്ടല്ലോ. ആരെങ്കിലും ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത്. അവർക്കും കുറച്ച് സാധനം വാങ്ങിക്കൊടുത്ത് ഞാനും കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആണെങ്കിൽ കസിൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, എന്തോ സ്കൂൾ ആൻറ്റി ഡ്രഗ്സ് ഡേയോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നത് ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്കിഷ്ടമാണ്. പിന്നെ ചിക്കൻ ഞാൻ ഈ ചെസ്റ്റ് പീസേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുണ്ട്, ചെസ്റ്റ് പീസ് ഞാൻ കഴിക്കുമോ, ചെസ്റ്റ് പീസിൻ്റെ ഫാൻസ് ഉണ്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം ടി വി കണ്ടിരുന്നു കേട്ടോ. ടി വിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മക്കളിങ്ങനെ കാർട്ടൂൺ കാണുമ്പോൾ അവരിവിടെ കണ്ടിരുന്നു, അത്ര തന്നെ. അതിന് ശേഷം ഞാൻ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡ്രീം കേക്കാണ്, ഒരു മിനി ഡ്രീം കേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് അതൊക്കെ കഴിച്ചിരുന്നു. അടിപൊളിയാണ്, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഓഫറിന് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ പീസായിട്ട് കേട്ടോ, ചെറിയ ടബിലായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, ഡു മെസ്സേജ്. അങ്ങനെ ഏകദേശം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബെഡൊക്കെ സെറ്റാക്കലാണ്. ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഫോണും ഇതൊക്കെ പിടിച്ച് സെറ്റാക്കൽ കുറച്ച് പണിയാണ്. പിന്നെ കണ്ടില്ലേ ആ കവറിലിരിക്കുന്നതാണ് മക്കളെ എൻ്റെ ഐറ്റം, രാത്രി തിന്നാനുള്ള എല്ലാ വക സാധനങ്ങളും അതിലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ ചെയ്യാണിപ്പോൾ. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവച്ചു, വെള്ളം കുടിക്കുന്നൊരു ശീലമുണ്ട്, അതൊക്കെ കൊണ്ടുവച്ചു. ഇന്ന് ഇത്രയൊക്കെ തന്നെ കേട്ടോ ഉള്ളൂ വീഡിയോ, കൂടുതലൊന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് എക്സാമിനൊക്കെ പോയി അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മളെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ഷോർട്സൊക്കെ പോയിട്ട് റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞാൻ പോവാണ്. ബൈ ബൈ.